to our Super Fun Kids program. Today we are going to be on an amazing adventure filled with laughter, playing and maybe even a little bit of silliness. Are you ready to join in the fun? Let us get started. Our tiny stars of Narmada are all set to entertain us with beautiful performance. Sit back, relax and enjoy. Settimasa Achan Yettim Settimasa Attili Parangitali Settimasa Achan Yettim Settimasa കൈകൊട്ട് പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്
കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാഞ്ചേനന്റെ തപ്പു വേണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാഞ്ചേനന്റെ തപ്പു വേണം കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകിരിയും മത്താപ്പും വേറെ വേണോ പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകിരിയും മത്താപ്പും വേറെ വേണോ നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരമ്പിളി വേറെ വേണോ നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരമ്പിളി വേറെ വേണോ വാരത്തോരമ്പിളി വേറെ വേണോ
രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു. അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു. രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല. ആ മരം പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. ആരും വന്നില്ല. അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. അവരെത്തി. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത്. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു. രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ. ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു. അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു. മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ. മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റൽ. അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേറ്റമായി. അത് പിന്നെ അടിയിൽ കലാശിച്ചു. നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തല്ല് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി. മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനിക്കോണം കാണിച്ചു തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളും വന്നു. കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു. കോൾ കട്ടായി. രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല.
രാമൻകുട്ടിയുടെ മരം ആടി ഉലഞ്ഞു. രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു, മരം ഒരു വരമാണ്, മരത്തെ ഒന്നും ചെയ്യരുത്. വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി. ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി. ഇനി മീൻ പിടിക്കാൻ കൊള്ളാം. അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. രാമൻകുട്ടി അടിയിലും മരം മുകളിലും. അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു, കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി, പാട്ടൊരുക്ക്. ദോശയിൽ പെരുത്താശയിൽ മീശക്കുന്തൻ കോപിച്ചു. തേനായാൽ പോരെ, മീനായാൽ പോരെ, തെങ്ങുമ്മേൽ ചങ്കരൻ തന്നെ. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി, പാട്ടൊരുക്ക്. ചാച്ചനോ ആനപ്പാച്ചനോ രാശിക്കുണ്ടിൽ ചാടിച്ചു. മൂത്തതും മായം ചേർത്തതും മുന്നേറത്തും മോന്തിച്ചു. വയ്യാരക്കമ്പി പയ്യാരത്തുമ്പി കുന്നുമേൽ കിന്നരം മീട്ട്. ചുളുവിൽ ചോറുണ്ണും ഉളുവടി മണ്ണും നീ, വിത്തും വിതയും വിളയും വരമേകൂ. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി, പാട്ടൊരുക്ക്. കെട്ടിലമ്മയ്ക്ക് മിന്നാട്ടം, കട്ടെടുക്കണ താമ്പൂലം, പുത്തനച്ചി വരുന്നേരം പൂവിരിക്ക്. ആളൊരുങ്ങ്, വെള്ളിത്തേരൊരുങ്ങ്, ആടിമാസക്കിഴവി വരുന്നേ, കയ്യിൽ ആട്ടുറലിൻ കുഴവിയിരുന്നേ. ടക്ക് ടക്കട ടട്ടാട്ട, ടക്ക് ടക്കട ടട്ടാട്ട, ആഹാ, ടക്ക് ടക്കട ടട്ടാട്ട, ആഹാ, ടട്ടാട്ട. The sunflower. The sunflower is a big, bright yellow flower with lots of petals. It is always seen facing the sun. Its seeds are crushed to make oil, which we use for our cooking. Sunflower. Sunny, 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 sunflowers. Yellow, yellow, yellow,
സുന്ദരമാമൊരു ലോകം പണിയാൻ ഒന്നായി ചേരുക നാം, എന്നും ഒന്നായി ചേരുക നാം. സുന്ദരമാമൊരു ലോകം പണിയാൻ ഒന്നായി ചേരുക നാം, എന്നും ഒന്നായി ചേരുക നാം. മതവും ജാതിയുമെല്ലാം മറന്ന് ആടുക പാടുക നാം, ഒന്നായി ആടുക പാടുക നാം. മതവും ജാതിയുമെല്ലാം മറന്ന് ആടുക പാടുക നാം, ഒന്നായി ആടുക പാടുക നാം. വിടരും മലരുകളെ, കിനാക്കൾ തേടും തുമ്പികളെ, നാളതൻ സ്വപ്നങ്ങളിൽ നാടിൻ ഭാവി ഭാസുരമാക്കുവാൻ ഒന്നു ചേരുക നാം, പ്രഭ ചൊരിയും മലരുകളെ. വിഘടന ശക്തിയുയർത്തിയ ഭീഷണി മതിലു തകർക്കുക നാം, ഒന്നായി മുന്നോട്ടായുക നാം. വിഘടന ശക്തിയുയർത്തിയ ഭീഷണി മതിലു തകർക്കുക നാം, ഒന്നായി മുന്നോട്ടായുക നാം. കലതൻ കലവറയാമീ നാടിൻ മാനം കാക്കുക നാം, നമ്മുടെ പൈതൃകമോർക്കുക നാം. കലതൻ കലവറയാമീ നാടിൻ മാനം കാക്കുക നാം, നമ്മുടെ പൈതൃകമോർക്കുക നാം. ഗ സരി നിസാ നി പനി പനി ഗ സരി നിസ ഗരി ഗ സാ പ മ പ മരി രി ഗ മ ഗരി മ ഗരി സാ സരി ഗ പ ഗ സരി മരി നി സ ഗ സ നി പ സരി ഗ പ ഗ സരി മരി നി സ ഗരി ഗ സാ. വിടരും മലരുകളെ, കിനാക്കൾ തേടും തുമ്പികളെ, വിടരും മലരുകളെ, കിനാക്കൾ തേടും തുമ്പികളെ, നാളതൻ സ്വപ്നങ്ങളിൽ നാടിൻ ഭാവി ഭാസുരമാക്കുവാൻ ഒന്നു ചേരുക നാം, പ്രഭ ചൊരിയും മലരുകളെ. വിടരും മലരുകളെ, കിനാക്കൾ തേടും തുമ്പികളെ, വിടരും മലരുകളെ, കിനാക്കൾ തേടും തുമ്പികളെ, നാളതൻ സ്വപ്നങ്ങളെ നാടിൻ ഭാവി ഭാസുരമാക്കുവാൻ ഒന്നു ചേരുക നാം, പ്രഭ ചൊരിയും മലരുകളെ. പ്രിയമുള്ളവരെ, മലയാളികളുടെ പ്രവാസ കുടിയേറ്റം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം പ്രത്യക്ഷത്തിൽ സാമ്പത്തികമായി ഗുണകരമാണെങ്കിലും മറ്റൊരു വിധത്തിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമാണ്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് വീടുകളിൽ പ്രായമേറിയ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എവിടെ? ഞങ്ങളുടെ കൊച്ചവതരണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹലോ, മത്തായി സ്പീക്കിംഗ്. ഹലോ മുത്തായിച്ച, ഇത് ഞാനാ, പള്ളിയിലെ വികാരി അച്ഛൻ. ആഹാ, അച്ഛനാണോ? ഞാൻ വിചാരിച്ചു മറ്റു വല്ലരും ആയിരിക്കുമെന്ന്. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? മത്തായിച്ചനും മറിയാമ്മയ്ക്കും സുഖം തന്നെയല്ലേ? സുഖത്തിനൊരു കുറവുമില്ല അച്ചോ. മക്കൾ ഇവിടെ ഇല്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതൊരു കാര്യമാ മത്തായിച്ച. മക്കൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു പറയാനാ? എല്ലാം അവരുടെ ഇഷ്ടം. ആ പിള്ളേരെയും കൊണ്ടുപോയി. അതാണ് എൻ്റെ വിഷമം. ഇതിനൊക്കെ ഇപ്പം എന്നാ പറയുന്നേ? അല്ല, അച്ഛൻ വിളിച്ച കാര്യം പറഞ്ഞില്ല. അതെ മത്തായിച്ച, നമ്മുടെ പള്ളിയിൽ ഈ വർഷം വിവാഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നവരെ ഞങ്ങളങ്ങ് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അതിന് നിങ്ങൾ രണ്ടുപേരും വരണം. മക്കളോടും വരാൻ പറയണം കേട്ടോ. ഞങ്ങൾ വരാം അച്ചോ. മക്കളുടെ കാര്യം അറിയില്ല. അവർക്ക് അവിടെ ആയിരിക്കാനാണ് ഇഷ്ടം. ഇവിടെ വല്ല പണിയും കിട്ടിയാൽ ഇവിടെ നിന്നേനെ. അതിന് ഇവിടെ പണിയൊന്നുമില്ലല്ലോ. എൻ്റെ അച്ചോ, വയസ്സനാം കാലത്ത് ഒറ്റയ്ക്കിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. വിഷമിക്കാതെ മത്തായിച്ച, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നാലും അച്ചോ, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ശരി മത്തായിച്ച, എന്നാ ഫോൺ വെച്ചോട്ടെ, സമയം കുറേ ആയി. എന്നാ ശരി അച്ഛാ. മറിയാമ്മോ, എടി മറിയാമ്മേ. ഇതേ വരുന്നേ. നീ അവിടെ എന്ത് ചെയ്യുക? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ അപ്പം തുടങ്ങും പണിയോ പണി. എന്തോന്ന് എൻ്റെ മനുഷ്യനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? എടി, നമ്മുടെ വികാരിച്ചന് ഇപ്പം വിളിച്ചിരുന്നു. അയ്യോ, നമ്മൾ വല്ല പിരിവും കൊടുക്കാനുണ്ടോ മനുഷ്യ? പിരിവൊന്നുമല്ല. പിന്നെയോ? അതെ, വിവാഹത്തിന് 50 വർഷം പൂർത്തീകരിക്കുന്നവരെ പള്ളിയിൽ ആദരിക്കുന്നുവെന്ന്. നമ്മളോടും ചെല്ലണമെന്ന്. ഈ വർഷം നമ്മുടെയും ജൂബിലി അല്ലേ. ആ, അത് ശരി. ഞാൻ വിചാരിച്ചു മറ്റെന്തെങ്കിലും ആണെന്ന്. എന്നാലും എൻ്റെ ഇച്ഛായ, ഞാൻ ഓർക്കുമായിരുന്നു എത്ര പെട്ടെന്ന് 50 വർഷം പോയതെന്ന്. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സന്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. ഓ, പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. കുഞ്ഞിമണി കുന്നിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെന്തളിരും മുന്തിരിയും. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സന്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. பொன்னகில குந்திருக்கும் பெண்புகையில் வெஞ்சரிப்ப நின்னழகு காத்திருக்கும் வீடனிக்கு ஸ்வர்க்கமல்லே. பொன்னகில குந்திருக்கும் பெண்புகையில் வெஞ்சரிப்ப நின்னழகு காத்திருக்கும் வீடனிக்கு ஸ்வர்க்கமல்லே. നിന്നിഴല് സഞ്ചരിക്കും വീതി എന്ന സ്നേഹപദം കണ്ടടത്തിൽ എന്നും എന്നും മിന്നിടുന്നു നിന്റെ മുഖം. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. മറിയാമോ, എന്തൊരു നിൽപ്പാ. നിനക്കിതെന്തു പറ്റി? ഒന്നുമില്ല ഇച്ഛായ, നമ്മുടെ പഴയ കാലം ഞാനങ്ങ് ഓർത്തു പോയതാ.
നീ വെറുതെ അതും ഇതും ചിന്തിക്കാതെ ആ പിള്ളേരെ വിളിച്ച് വിവരം പറഞ്ഞ് അവർ വരുമോ എന്നറിയട്ടെ. ശരി ഇച്ചായ. എന്നാ ശരി മോനെ, വയ്ക്കട്ടെ. അല്ല, ഇത് എന്തോന്നാ എൻ്റെ മറിയക്കുട്ടിയെ, നീ ആളാകെ മാറിപ്പോയല്ലോ. ആ ലക്ഷ്മിക്കുട്ടിയോ? ദൈവമേ, എത്ര നാളാടി നിന്നെ കണ്ടിട്ട്. നീ എവിടെയായിരുന്നടി? എടി, ഞാൻ അങ്ങ് ദുബായിക്ക് പോയതല്ലായിരുന്നോ എൻ്റെ മൂത്ത മോൻ്റെ കൂടെ. അവർക്ക് രണ്ടിനും അവിടെ ജോലിയല്ലേ. പിള്ളേരെ നോക്കാൻ അവരെന്നെ അങ്ങ് കൊണ്ടുപോയതാടി. എന്നിട്ട് എന്തു പറ്റി? എന്തോന്ന് പറ്റാനാ, ഞാനിങ്ങ് പോന്നു. ഇന്നലെ ഇവിടെ ഇങ്ങ് എത്തിയതേ ഉള്ളൂ. അതെന്നാടി നീ വേഗം ഇങ്ങ് പോന്നത്? എൻ്റെ മറിയാമ്മേ, ഉള്ളത് പറയാവല്ലോ, എനിക്കവിടെ പിടിച്ചില്ല. എടി, എന്ത് പറഞ്ഞാലും നമ്മുടെ നാടൊക്കെ തന്നെയാടി ഭേദം. അവിടുത്തെ പരിഷ്കാരമൊന്നും എനിക്കങ്ങ് പിടിച്ചില്ലെന്നേ, ഞാനങ്ങ് പോന്നു. ആഹാ, നിന്റെ ഒരു കാര്യം. അല്ല, നിനക്കെന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എന്തിയെ പുള്ളിക്കാരൻ? മക്കളൊക്കെ സുഖമായിരിക്കുന്നോ? എൻ്റെ എടി, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മക്കളെല്ലാവരും അങ്ങ് പുറത്തല്ലേ. മൂത്തവനാണെങ്കിൽ അമേരിക്കയിൽ, രണ്ടാമത്തവൻ ലണ്ടനിൽ, മൂന്നാമനാണെങ്കിലോ കാനഡയിൽ. ഇവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ അവിടെ തന്നെയാണ്. റാണി മോളങ്ങ് കുവൈറ്റില്ല. അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കഴിയുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ലടി. നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ പണ്ടത്തെ പോലെ ഇപ്പോഴും പിള്ളേരെ ഡാൻസ് പഠിപ്പീരൊക്കെ ഉണ്ടോ? എൻ്റെ മറിയാമ്മേ, പ്രായമായില്ലേ, ചാടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പിള്ളേരെ കാണുമ്പോൾ എനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ മുതൽ ഞാൻ വീണ്ടും തുടങ്ങി ക്ലാസ്. നീ വാ, ഞാൻ കാണിച്ചു തരാം.
ഹലോ, ആ ജോസൂട്ടിയാണോടാ മോനെ? എത്ര നാളായി ഈ സ്വരം കേട്ടിട്ട്. എന്തൊക്കെയുണ്ടടാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പച്ചൻ എന്തേ? അപ്പച്ചൻ ഇവിടെ ഉണ്ട് മോനെ. അതെ മക്കളെ, നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും ജൂബിലിക്ക് വരില്ലേടാ? അയ്യോ അമ്മച്ചി, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഇവിടെ എല്ലാവർക്കും തിരക്കാ. ഞാൻ കൗതുകം എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അല്ല മോനെ, സൂസിമോളും പിള്ളേരുമോ? സൂസിക്കിപ്പോൾ നല്ല തിരക്കാ. അവളില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. എനിക്കാണെങ്കിൽ കമ്പനി ട്രിപ്പും ഒക്കെയാ. കുട്ടികൾക്കാണെങ്കിലോ അവരുടെ സ്കൂളിലെ പരിപാടിയും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ. മോനെ, ആ പിള്ളേരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിക്കും അവരെയെങ്കിലും കാണാമായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ അതുങ്ങളെ കാണാൻ അങ്ങ് കൊതിയാവുന്നു. അമ്മച്ചി, ഞാൻ വീഡിയോ കോൾ ചെയ്യാം, അവരുടെ ഡാൻസ് കാണിക്കാം. ശരി. വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര ഹോയ്. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര ഹോയ്. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിരയുമുണ്ടേ. മുടിവട്ടം മുടിയിൽ കാട്ടും മൂത്തോർക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെട്രിവേൽ മുരുക മുരുക, വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര ഹോയ്. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര. വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര ഹോയ്. വേൽമുരുക ഹരോഹര ഹോ, വേലായുധ ഹരോഹര.
ഇതെന്താ മറിയാമേ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? ജോസൂട്ടി വിളിച്ചിരുന്നു. മക്കളുടെ ഡാൻസ് വീഡിയോ കോളിൽ കാണിക്കുകയായിരുന്നു. അവരെ ഓർത്തിരുന്നു പോയതാ. ഹാ, അത് കൊള്ളാം. വെറുതെ ഓരോന്നോർത്തിരിക്കാതെ ആ ബൈബിൾ എടുത്തൊന്ന് വായിക്ക്. അല്പം സമാധാനം കിട്ടും. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല. ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല. ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും അമ്പമ്പോ നീ ആര്, മല്ലൻ ഗോലിയാത്തോ. അയ്യയ്യോ നീ ആര്, ഇടയൻ ദാവീദോ. അമ്പമ്പോ നീ ആര്, മല്ലൻ ഗോലിയാത്തോ. അയ്യയ്യോ നീ ആര്, ഇടയൻ ദാവീദോ. വെല്ലുവിളിച്ചു ഗോലിയാത്ത്, കവണയെടുത്തു ദാവീദ്. വെല്ലുവിളിച്ചു ഗോലിയാത്ത്, കവണയെടുത്തു ദാവീദ്. അലറിയെടുത്തു മല്ലൻ ഗോലിയാത്ത്, വാളത് വീശുന്നു. അമ്പോ നീ ആര്, മല്ലൻ ഗോലിയാത്തോ. അയ്യയ്യോ നീ ആര്, ഇടയൻ ദാവീദോ. അമ്പമ്പോ നീ ആര്, മല്ലൻ ഗോലിയാത്തോ. അയ്യയ്യോ നീ ആര്, ഇടയൻ ദാവീദോ. ഇടയൻ ദാവീദോ, ഇടയൻ ദാവീദോ, ഇടയൻ ദാവീദോ. മറിയാമോ, ഇതാരാ ഈ കോഴിയെ അഴിച്ചു വിട്ടിരിക്കുന്നത്? അതെ, ആ ഇഞ്ചിക്കണ്ട മുഴുവൻ അവറ്റകൾ ചികഞ്ഞ് നശിപ്പിച്ചു. പോ കോഴി പോ. Shatti shatti
tum 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 shak tum shak tum 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 shak hey hey tum shak tum 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 shak 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 கொக்கரக்கோ எவ்வடிய கொக்கரக்கோ இருந்த இருட்டலாம் இனிமேலே கொக்கரக்கோ கொக்கரக்கோ சேவல் கொக்கரக்கோ சேவல் பூவக்குள்ளே வெடி கோழி கொக்கரக்கோ சங்கு சக்கரம் போல மனசு சுத்தர வேளை சுராங்கு நிற்காமலுக்கனவா அதோ பாருவானம் துணி துவைக்குது மேகம் விலகி போகுது சோகம் நீவா கொக்கரக்கோ எவ்வடிய கொக்கரக்கோ இருந்து இருட்டலாம் இனிமேலே கொக்கரக்கோ ഇച്ചായൻ ഇത് എങ്ങോട്ടായി പൊരിവെയിലത്ത്? അതെ, ഇന്ന് വയലിൽ വിത നടക്കുന്നുണ്ട്. ആണും പെണ്ണുമായിട്ട് കുറേ പേരുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. അച്ചായ, ഊണിന് സമയമാകുമ്പോൾ വന്നേക്കണം കേട്ടോ. ആ ശരി. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ. ആരന്റെ കണ്ടത്തിലെ ആരണ്ട കൊത്തണത്
കർത്താവേ, ഈ മനുഷ്യൻ എവിടെ പോയതാണോ? ഊണിൻ്റെ സമയം കഴിഞ്ഞു. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആളാ. വഴിയിലെങ്ങാനും തല കറങ്ങിയോ ആവോ? ഇച്ചായ, ഇച്ചായ. എന്തോന്നാ അറിയാമേ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഞാൻ പാടത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞതല്ലേ. അച്ചായന് ഷുഗർ ഉള്ളതല്ലേ? സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലേ ക്ഷീണം വരില്ലേ? ഓ, അതൊന്നും സാരമില്ല. ഞാറ് നടുവായതുകൊണ്ട് പണിക്കാർ സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ കൂടി. വല്ലോരും കിട്ടിയാൽ പിന്നെ അല്ലെങ്കിൽ ഇച്ചായൻ എന്നെപ്പറ്റി ഒരു ചിന്തയില്ല. എന്നാര് പറഞ്ഞു? എല്ലാവരും പറയുന്നു. എന്തോന്ന്? എന്റെ മറിയാമേ, എന്തോന്ന് ഇരിപ്പാടി ഇത്? അയ്യോ, ഇതാരാ? അന്നമ്മയോ? നീ ഇത് എവിടായിരുന്നു? എത്ര നാളായിടി കണ്ടിട്ട്? ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ പണികളായിട്ട് അല്പം തിരക്കായിരുന്നടി. അല്ല മറിയാമേ, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നിനക്കിതെന്തു പറ്റി? നല്ല പൂവമ്പഴം പോലെ ഇരുന്ന പെണ്ണാ. ഇപ്പോൾ കണ്ടില്ലേ, ചൂട്ടുംചുള പോലെ ആയിപ്പോയല്ലോ. ഒന്ന് പോടി അവിടുന്ന്. എൻ്റെ അന്നമ്മേ, നീ എനിക്ക് തന്നിട്ടുള്ള അച്ചപ്പത്തിൻ്റെയും കൊള്ളപ്പത്തിൻ്റെയും രുചി ആ പുളിമുട്ടായിയൊക്കെ ഉണ്ടോടി ഇപ്പോഴും? അച്ചപ്പവും കൊള്ളപ്പവും അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ഞാൻ തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുക, എന്താടി നിനക്കൊരു വിഷമം പോലെ? എന്തു പറയാനാടി, ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിരിക്കുകയായിരുന്നു. മക്കളെക്കുറിച്ച് ഓർക്കാൻ അവർക്ക് എന്താ ഒരു കുഴപ്പം? അവരൊക്കെ അങ്ങ് പുറത്തല്ലേ, ഇഷ്ടം പോലെ കാശുമുണ്ട്. അതാടി അന്നമ്മേ എൻ്റെ പ്രശ്നം. മക്കളും മാങ്ങാണ്ടിയുമൊക്കെ ആയപ്പോൾ വിഷമമായല്ലേ? ഓ, എന്തോന്ന് പറയാനാടി. എടി, കല്യാണത്തിന് മുമ്പ് നീ തകർത്ത് നടന്നതല്ലേ? ഞാനതങ്ങ് ഓർക്കുമായിരുന്നു. അന്ന് സ്കൂളിലൊക്കെ നിന്റെ ഡാൻസ് എന്തേലും ഒരു ഹരമായിരുന്നു. അതേടി, നീ ഓർക്കുന്നുണ്ടോ നമ്മൾ പണ്ട് കളിച്ച ഫ്യൂഷൻ ഡാൻസ്? സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
ഞാൻ തുടങ്ങട്ടെ. Yo soy Pablo Emilio Escobar Gaviria. Un día yo voy a ser presidente de la República de Colombia. Plata o plomo. Plata o plomo. Plata o plomo. Yo soy Pablo Emilio Escobar Gaviria. Plata, plata, plata o plomo, plomo, plomo. പൊളിച്ചടുത്തെ ട്രാക്ക് മാറ്റി. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ കൊള്ളാം. പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും. തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം
തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ അതെ അറിയാമേ, ഇന്നല്ലേ പള്ളിയിലെ ജൂബിലി ആഘോഷം. പിള്ളേർ വരില്ല അല്ലേ? ജോണിമോൻ പറയുക നിർബന്ധമാണെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരോട് പറയാൻ, അവരെല്ലാം ചെയ്തോളൂന്ന്. ഇവൻ്റ് മാനേജ്മെൻറ്റോ? കേട്ടിട്ട് തന്നെ നാണക്കേടാകുന്നു. മക്കളുടെ ഒരു ലെവലേ. അതെ മത്തായിച്ചേട്ടോ, ഇവൻറ്റ് മാനേജ്മെൻ്റ് അല്ല, നമ്മുടെ നാട്ടിലുള്ള ഇടവക്കാർ പിള്ളേരാണ് നിങ്ങളുടെ ജൂബിലി ആഘോഷിക്കുവാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ഓ അതൊന്നും വേണ്ടച്ചോ. അത് സാരമില്ല, നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മറ്റാരും വന്നാൽ നിങ്ങൾ വരില്ലെന്ന് എനിക്കറിയാം. അതാ ഞാൻ നേരിട്ട് വന്നത്. വേഗമാകട്ടെ, പ്രോഗ്രാം തുടങ്ങാറായി.
നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് നുടിയിൽ മതയാനെ നെരുത്തിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളക്ക് 10-10 ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാൻ ആരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും
പമ്പമേളങ്ങൾ തുള്ളിത്തുളുമ്പും ഭങ്കരമേളങ്ങൾ ആടിത്തിമിർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോ കാവേരി തീരങ്ങൾ പൂക്കുമ്പോ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ. മുങ്ങിത്തുടിച്ചു താളം താളത്തിൽ കൊരിത്തരിച്ചു പൂക്കോലം കെട്ടാൻ വാ പെണ്ണാലേ പൂത്താലം കൊള്ളാൻ വാ പെണ്ണാലേ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞു വാ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ. ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ. എന്നല്ല ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കേറിയിരിക്കാനുള്ള വണ്ടിയൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്ക്, അയാളെ ഷാപ്പിലുണ്ട്. ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരാ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നത് എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? അതെ. എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കയറി ഇവരെന്താ കാശ് ചെയ്യുന്നേ? നിങ്ങളുടെ കാശ് പെട്ടിയും വെട്ടി എന്താന്ന് വെച്ചാൽ ഇറങ്ങിയ ഈ വണ്ടി പോകത്തില്ല. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ടുവിട്ടേനെ. വിടരുത്.
മത്തായി ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇഷ്ടപ്പെട്ടോ? അച്ചോ, ഉള്ളത് പറയാമല്ലോ, മക്കളില്ലാത്ത വിഷമം ഞങ്ങൾക്ക് മാറി. എന്താ മറിയാമ്മച്ചേട്ടത്തിന്റെ അഭിപ്രായം? അതെ അച്ചോ, അച്ചായൻ പറഞ്ഞതാ ശരി. വൃദ്ധജനങ്ങൾ ഇന്ന് ഭവനങ്ങളിൽ ഒറ്റപ്പെടുകയാണ്. കേരളം ഇന്ന് ഒറ്റപ്പെടലിൻ്റെ മക്കളെ കൊണ്ട് നിറയുകയാണ്. എന്നാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ സഭ ഒരിക്കലും തയ്യാറല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് എന്നും താങ്ങും തണലുമായി ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ. സ്നേഹമുള്ളവരെ, ഇന്ന് സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി സമീപഭാവിയിൽ വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. കേവലം ബിസിനസ് മാതൃകകളും ചാരിറ്റി സംരംഭങ്ങളും അല്ലാതെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഉചിതമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം. നന്ദി.